അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഒരു മട്ടത്രികോണത്തെ ബേസ് ചെയ്തായിരുന്നു അല്ലേ? മട്ടത്രികോണം വന്നപ്പോൾ അതിന് ഒരു വശം നിന്നു, ബാക്കി രണ്ട് വശങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇനി മട്ടത്രികോണം അല്ലാത്തൊരു ത്രികോണം തന്നാലോ? ഇവിടെ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് മട്ടത്രികോണം അല്ല അല്ലേ? ഒരു കോണ് 105 ഡിഗ്രി, 45 ഡിഗ്രി, 30 ഡിഗ്രി, ഇങ്ങനെയുള്ള ഒരു ത്രികോണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ലംബം വരച്ചു. ഇങ്ങനെ ഒരു ലംബം വരച്ചപ്പോൾ നമുക്ക് രണ്ട് മട്ടത്രികോണങ്ങൾ കിട്ടി അല്ലേ? ഇവിടെ നമുക്ക് 45 ഡിഗ്രി ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം 90 ഡിഗ്രി ആണെന്ന്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടെ 45 ഡിഗ്രിയാണ് കിട്ടുക അല്ലേ? 45 പ്ലസ് 45 പ്ലസ് 90 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ 45 കിട്ടി. അപ്പൊ നമ്മൾ ഈ ത്രികോണത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഒരു ലംബം വരച്ചാൽ രണ്ട് മട്ടത്രികോണം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ? അതില് ഒരു കോണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 45 ഡിഗ്രിയാണ്. അടുത്ത കോണ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കോൺ എത്രയായിരിക്കും? ഓൾറെഡി 45 ഡിഗ്രി ആയിരിക്കും അല്ലേ? 45 പ്ലസ് 45 പ്ലസ് 90 എത്രയായി? 180 ഡിഗ്രി ആയി അല്ലേ? അതേപോലെ തന്നെ ഇവിടെ 105 നിന്ന് 45 പോയാൽ 60, അതല്ലെങ്കിൽ 90 ഡിഗ്രി. ഇവിടെ 30 ഡിഗ്രി ഓൾറെഡി തന്നിട്ടുണ്ട്. 90 പ്ലസ് 30 പ്ലസ് 60. ഈ 180 നിന്ന് ഈ രണ്ട് കോണ് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും അല്ലേ? അപ്പൊ മുകളിലെ കോണ് എന്ന് പറയുന്നത് 45 ഡിഗ്രിയും 60 ഡിഗ്രിയും ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? ഇനി നിങ്ങൾ ഈ ത്രികോണങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി നോക്ക്. ഇവിടുത്തെ ത്രികോണങ്ങളുടെ കോണളവ് എത്രയാണ്? 45 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 30 ഡിഗ്രി അല്ലേ? നമ്മൾ നേരത്തെ തെളിയിച്ച അംശബന്ധങ്ങൾ തെളിയിച്ച രണ്ട് ത്രികോണങ്ങളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഈ അംശബന്ധങ്ങൾ ഉപയോഗിച്ച് ഈ വശങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാനായിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഈ ആദ്യത്തെ മട്ടത്രികോണത്തിന്റെ 45 ഡിഗ്രി വരുന്ന മട്ടത്രികോണത്തിന്റെ അംശബന്ധം എന്തായിരുന്നു? 1:1:√2 അല്ലേ? അതേപോലെ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ആയിരുന്നെങ്കിലോ 1:√3:2. 60, 30, 90 ഡിഗ്രി കിട്ടിയ ത്രികോണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ? ഇനി നമുക്ക് ഈ വാല്യൂ ഒക്കെ മുകളിൽ കൊടുത്തു നോക്കാം അല്ലേ? അപ്പം ഇവിടെ കർണം എന്ന് പറയുന്നത് എത്രയാണ്? √2 ആണ് അല്ലേ? √2 നമ്മൾ എഴുതി. ഇവിടെ ലംബം എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അതേപോലെ പാദം എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് ഇപ്പുറത്തെ ത്രികോണത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ 60, 30, 90 ഡിഗ്രി കിട്ടിയ ത്രികോണത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ലംബം എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ പാദം എന്ന് പറയുന്നത് √3 ആണ്. അതേപോലെ കർണം എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് ഇതിന്റെ അംശബന്ധമാണ് അല്ലെ? അംശബന്ധമാണ് നമ്മളിപ്പോ എഴുതിയിട്ടുള്ളത്. ഇനി അതിനൊപ്പം ഒരു സംഖ്യ നമ്മൾ എഴുതാറുണ്ട് അല്ലെ? അംശബന്ധത്തിൽ ഒരു സംഖ്യ കൊടുക്കുമ്പോഴാണ് ത്രികോണത്തിന്റെ വശങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ 1 കൊടുത്താൽ, ഇവിടെ 3 കൊടുത്താൽ 3, 3√3, 3 അല്ലെ? അപ്പൊ ഇതിന്റെ ഒപ്പം ഒരു സംഖ്യ കൂടി ഉണ്ട്. അപ്പൊ ആ സംഖ്യയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എക്സ് എന്നെടുക്കുന്നു. ആ സംഖ്യ സൂചിപ്പിക്കാൻ വേണ്ടി എക്സിന് ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ എക്സ് എന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ 1x, 3x, 2x, √2x എന്ന് നമ്മൾ എടുക്കുന്നു. ഈ എക്സിന് ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമുക്ക് 1x പ്ലസ് 3x, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഈ എക്സിനെ പുറത്തേക്ക് എടുത്താൽ √3 പ്ലസ് 1 എക്സ് എന്ന് എഴുതാനായിട്ട് സാധിക്കും അല്ലേ? √3 പ്ലസ് 1x. ഇനി നമുക്ക് അംശബന്ധങ്ങൾ എടുത്തെഴുതാം അല്ലേ? താഴത്തേക്ക്. അപ്പൊ നമുക്ക് കിട്ടിയ വശങ്ങളുടെ വില ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. √2x is to 2x is to √3 plus 1 x എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ? ഇതിലെല്ലാം x കോമൺ ആണ്. അപ്പൊ നമ്മൾ x മാറ്റി കഴിഞ്ഞാൽ √2 is to 2 is to √3 plus 1. ഇങ്ങനെ നമുക്ക് ഈ ഒരു ആൻസർ ആണ്. ഈ വശങ്ങളുടെ വില എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിൽ നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിലും കൊടുത്താൽ, ഇപ്പം 2 കൊടുത്താൽ ഈ എക്സിന് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ വശങ്ങളുടെയും വില നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് മട്ടത്രികോണമല്ലാതെ തന്ന ത്രികോണത്തിന്റെ കോണളവുകളാണ്. വശങ്ങളുടെ
അളവുകളാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പം ഇവിടെ മട്ടമല്ലാത്ത ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധം, വശങ്ങൾ കണ്ടുപിടിക്കാനുള്ള അംശബന്ധമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. നമ്മൾ തൊട്ടു മുമ്പുള്ള ക്ലാസ്സുകളിൽ രണ്ട് മട്ടത്രികോണങ്ങളുടെ വശങ്ങൾ ആണ് നമ്മൾ കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ നമുക്ക് ത്രികോണം മട്ടമല്ലാത്തൊരു ത്രികോണത്തിന്റെ മട്ടത്രികോണമല്ലാത്തൊരു ത്രികോണത്തിന്റെ വശങ്ങളാണ് നമ്മളിപ്പോൾ വശങ്ങളുടെ അംശബന്ധമാണ് കണ്ടുപിടിച്ചത്.